നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റീഡിസൈൻ ദ കോളം ഓഫ് എക്സാമ്പിൾ 2.1 യൂസിങ് കൺവെൻഷണൽ ബ്രിക്ക് ഹാവിംഗ് ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് 5 Nm/mm² ആൻഡ് സിമെൻറ്റ് മോട്ടർ 1:4. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് സെയിം തന്നെയാണ്, കൺവെൻഷണൽ ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ക്രാഷിംഗ് സ്ട്രെസ് 5 Nm/mm² ആണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കൺവെൻഷണൽ ബ്രിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ 5 Nm/mm² ഉള്ളതും 7.5 Nm/mm² ഉള്ളതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഞാൻ 7.5 Nm/mm² ആയിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് 5 Nm/mm. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ഇവിടെയും നമുക്കറിയാം, പഴയ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയാൽ അറിയാം 4 മീറ്ററാണ് നമ്മൾ എഫക്റ്റീവ് ഹൈറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4000 mm. ഡിസൈൻ ആദ്യം എല്ലാം സെയിം ആണ്. നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ 12 കൂടാൻ പാടില്ല. സോ 4000 / 12 നമുക്ക് വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 333.33 ആണ്. പക്ഷേ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രിക്കിൻ്റെ ഹാഫ് ബ്രിക്ക് തിക്നെസ്സിൻ്റെ മൾട്ടിപ്പിൾസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം 333 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 230 + 115 345 mm നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, 345 mm ആണ് നമ്മൾ വിഡ്ത്തായിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, അടുത്ത എന്താണ്, നമുക്കിനി ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആവും. സോ ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്കിവിടെ 345 നമ്മൾ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് 4000 / 345 11. ഇതൊക്കെ സെയിം തന്നെയാണ്. 11.59 ആണ് നമ്മുടെ ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ. ഇനി നമ്മൾ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് FP കണ്ടുപിടിക്കുന്നതിനാണ് ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു നമ്മുടെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ IS കോഡ് യൂസ് ചെയ്യുന്നത്. IS കോഡിനകത്ത് നമുക്കറിയാം നമുക്ക് ടേബിൾ നമ്പർ 8 വരാം. ഇതാണ് ടേബിൾ നമ്പർ 8. നമുക്കറിയാം ഇവിടെ കംപ്രസീവ് സ്ട്രെസ് വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 5 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് എത്രയാണ് വരുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് നമ്മുടെ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ നമ്പർ 1 പോയി നോക്കണം. ടേബിൾ നമ്പർ 1 നമുക്കറിയാം നമ്മളിവിടെ മോട്ടറിനകത്ത് ചേഞ്ച് ഇല്ല, 1:4 മോട്ടറാണ്. 1:4 മോട്ടറിൻ്റെ പേരെന്താണ്, H2 ആണ്. നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്തതാണ്. അപ്പം 5 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 Nm/mm² കംപ്രസീവ് സ്ട്രെസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ H2ന് നേരെ നോക്കുമ്പോൾ വാല്യൂ എത്രയാണ്, 0.50. 0.50 ആയിരിക്കും നമ്മുടെ ബേസിക് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഓക്കെ, 0.50 Nm/mm² ആണ് നമ്മുടെ ബേസിക് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഇനി അടുത്തത് നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് തൊട്ടടുത്ത ടേബിളിൽ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ഫോർ സ്ലെൻഡർനെസ് റേഷ്യോ ആൻഡ് എക്സെൻട്രിസിറ്റി. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സെൻട്രിസിറ്റി ഒന്നും ഇല്ലെന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ ചെയ്യുമ്പം എക്സെൻട്രിസിറ്റി നമുക്ക് 0 ആണ്. സോ ഈ ഒരു കോളം നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു കോളത്തിൽ നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ 11.59 ആണ്, 10നും 12നും ഇടയിൽ. അപ്പം 0.89നെയും 0.84നെ നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, 0.85. സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, സോറി, ഇത് KA അല്ല, KS ആണ്. KS എന്ന് പറയുന്നത് 0.85 വരും. അടുത്തത് അതെ, ഇത് KS വാല്യൂ 0.85, അതുപോലെ KA വാല്യൂ, ഏരിയ റിഡക്ഷൻ ഫാക്ടർ KA വാല്യൂയും നമുക്ക് കിട്ടുന്നത് 0.85 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ. മാക്സിമം വാല്യൂ 0.7-ഉം മിനിമം വാല്യൂ 0.7-ഉം മാക്സിമം വാല്യൂ ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏരിയ റിഡക്ഷൻ ഫാക്ടർ എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കുക. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് 0.2 m² ആണ് വരുന്നതെങ്കിൽ മാക്സിമം വാല്യൂ 1 ആണ്.
ഇനി ഏരിയ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം മിനിമം വാല്യൂ 0.7. നമ്മളെപ്പോഴും കെ എ വാല്യൂ അസ്യൂം ചെയ്യുന്നത് മാക്സിമം വാല്യൂവിൻ്റെയും മിനിമം വാല്യൂവിൻ്റെയും ആവറേജ് ആയിട്ടായിരിക്കും. സോ ദ വാല്യൂ ഈസ് 0.85. ഓക്കെ, ഇതും ഞാൻ കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ നമുക്ക് കെ എസ് വാല്യൂ 0.85 കിട്ടി, കെ എ വാല്യൂ 0.85 കിട്ടി. ഓക്കെ, 0.85 കിട്ടി. ഇനി അടുത്തത് നമ്മുടെ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫ്രം ടേബിൾ. ഓക്കെ, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ടേബിൾ നമ്പർ 10 ആണ്. ടേബിൾ നമ്പർ 10 നമ്മുടെ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ നമുക്കറിയാം അപ് ടു 0.75 ആണ്. ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ യൂണിറ്റ് ഹാവിംഗ് ക്രഷിംഗ് സ്ട്രെങ്ത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്? 5 ആണ്. സോ 5 കറസ്പോണ്ടിങ് 0.75 ആയിട്ട് നമ്മൾ നോക്കുമ്പം വാല്യൂ 1 ആണ്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമുക്ക് 7.5 ആയിരുന്നു, അവിടെയും വാല്യൂ 1 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം വാല്യൂ ആണ് വന്നിരിക്കുന്നത്. സോ ദി ക്രഷിംഗ് സ്ട്രെങ്ത് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ കെ പി ഈസ്, ഇത് ടേബിൾ 6 അല്ല, ടേബിൾ 10 ആണ്. ചെറിയ കറക്ഷനാണ്. ടേബിൾ നമ്പർ 10 ഈസ് 1. സോ നമ്മുടെ ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 0.85 ഇൻറ്റു 0.85, ഇത് മൂന്നും ഫാക്ടേഴ്സ് 0.85 ഇൻറ്റു 0.85 ഇൻറ്റു 1 0.36 ആണ് നമുക്ക് കിട്ടുന്നത്. സോ 0.5 ആണ് നമ്മുടെ ബേസിക് വാല്യൂ, കെ എസ് 0.85, കെ എ 0.85, കെ പി 1, ഇതെല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടുന്നത് 0.36 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പം സേഫ് ആക്സിൽ ലോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. സ്ട്രെസ് നമുക്ക് കിട്ടിയത് 0.36 ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, 0.36 ആണിത്. മിസ്റ്റേക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നെ ചെയ്യുക. നമ്മുടെ മാക്സിമം എടുക്കേണ്ട ലോഡ് 60, ഇത് 0.36, ഇത് 345 ഇൻറ്റു ലെങ്ത്. ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് വാല്യൂ 481.42 ആണ്. 481.42, വിഡ്ത്ത് 345. 481 കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് 575 എന്ന് റൗണ്ട് ചെയ്തെടുത്തത്? നമുക്ക് എപ്പോഴും ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വേണം നമ്മൾ ഇത് ഡിസൈൻ ചെയ്യാൻ. 2 ബ്രിക്ക് ആയപ്പോൾ 460 ആയി, എന്നാലും ബാലൻസ് ഒരു 21 വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും സേഫർ സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ലെങ്ത് വാല്യൂ അല്ലെങ്കിൽ വിഡ്ത്ത് വാല്യൂ കൂടുതലായിരിക്കണം. സോ 460യുടെ കൂടെ ഒരു ഹാഫ് ബ്രിക്ക് ആഡ് ചെയ്താൽ എത്ര വരും? 460 പ്ലസ് ഒരു ഹാഫ് ബ്രിക്ക് 115. സോ ദി ടോട്ടൽ വാല്യൂ വിൽ ബി 575 മില്ലിമീറ്റർ. ഇങ്ങനെയാണ് 575 കിട്ടിയത്. അപ്പം 575 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ബ്രിക്ക് വരും? 2.5 ബ്രിക്ക് വരും. 2 ഫുൾ ബ്രിക്കും ഒരു ഹാഫ് ബ്രിക്കും. അപ്പം 2.5 ബ്രിക്ക് ലെങ്ത് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് എത്ര കിട്ടി? 345 mm വിഡ്ത്തും 575 mm ലെങ്തും കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കണം. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. 345 ഇൻറ്റു 575, 0.345 ഇൻറ്റു 0.575 ആണ്. ഇസ് ഈക്വൽ ടു നമുക്കൊരു വാല്യൂ കിട്ടും. അത് 0.2നെക്കാട്ടി ചെറുതാണ്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് കെയുടെ ഇക്വേഷൻ എന്താണ്? 0.7 പ്ലസ് 1.5 ഇൻറ്റു ഏരിയ. 0.7 പ്ലസ് 1.5 ഇൻറ്റു ഏരിയ. ആ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 0.94 കിട്ടും. വീണ്ടും നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, അതിന് പകരം ഡബ്ല്യു നമ്മൾ കണ്ടുപിടിക്കുകയാണ്, പുതിയ ഡബ്ല്യു വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ 0.5 ഇൻറ്റു 0.85 ഇൻറ്റു നേരത്തെ 0.85ന് പകരം നമ്മൾ 0.94 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏരിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പം 79.25 കിലോമീറ്റർ നമുക്ക് കിട്ടി. നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്തത് 60ക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ പില്ലർ 79.25 വരെ സേഫാണ്. 79.25 കിലോമീറ്റർ ലോഡ് വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പില്ലറിന് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ഡിസൈൻ സേഫാണ്. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ സ്ക്വയർ പില്ലറായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കുലർ പില്ലറായിട്ട് കിട്ടി. 345 വിഡ്ത്തും 575 ലെങ്തും ഉള്ളൊരു റെക്റ്റാങ്കുലർ പില്ലറായിട്ട് നമുക്ക് ഡിസൈൻ കിട്ടി.
ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എസ്തെറ്റിക് അപ്പിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കേസസിൽ നമുക്ക് റെക്റ്റാങ്കുലർ പില്ലറിന് പകരം സ്ക്വയർ പില്ലറോ അല്ലെങ്കിൽ സർക്കുലർ പില്ലറോ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഏത് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനെ എനിക്കൊരു സ്ക്വയർ പില്ലറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. 345 × 575 നമുക്ക് ഏകദേശം അപ്രോക്സിമറ്റ്ലി 0.16 മീറ്റർ സ്ക്വയർ എന്നുള്ള ഏരിയ കിട്ടി. ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ പില്ലറേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് 2 സൈഡ്സായിട്ട് കിട്ടും. പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെ കിട്ടിയാലും ചെയ്യേണ്ടത് ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസായിട്ട് വേണം നമ്മൾ ഇത് ഡിസൈൻ ചെയ്യാൻ. അപ്പം ഒരു 360 വരികയാണെന്നുണ്ടെങ്കിലും വീണ്ടും നമ്മൾ 230 + 230 അപ്പം 460 അങ്ങനെ വേണം നമ്മളെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസായിട്ട് വേണം എപ്പോഴും നമ്മൾ സൈഡ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ പില്ലർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ മതി. പക്ഷേ ഒരു സ്ക്വയർ പില്ലറായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനൊരു വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ടോട്ടൽ ഏരിയ എടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കും, നമുക്ക് സൈഡ്സായിട്ട് കിട്ടും. സൈഡ്സായിട്ട് കിട്ടിയിട്ട് അതിന് നമ്മൾ ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസായിട്ട് മാറ്റുക. അങ്ങനെ മാറ്റിയതിന് ശേഷം വീണ്ടും ഈ ഒരു ചെക്ക് നിങ്ങൾ ചെയ്യണം. അവസാനം നമ്മൾ ഈ ഒരു ചെക്ക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. പുതിയ ഏരിയ കിട്ടിയതിന് ശേഷവും ഏരിയ റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ചെക്ക് സാറ്റിസ്ഫൈ ആവുന്നോ ഇല്ലയോ എന്ന് നോക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഡിസൈൻ സേഫ് ആവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അടുത്തത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ട് ടൈപ്പ് ഡിസൈൻ നമ്മൾ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 7.5 Nm/mm² കംപ്രസീവ് സ്ട്രെസ് യൂസ് ചെയ്തു. 5 Nm/mm² ക്രഷിംഗ് സ്ട്രെങ്ത് യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തു. അവിടെ നമുക്ക് പ്രോബ്ലത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 60 kN ആക്സിൽ ലോഡ് ഫ്രം എ റൂഫ് കൺസിസ്റ്റിംഗ് ഓഫ് RCC ബീംസ് ആൻഡ് സ്ലാബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഡിസൈൻ. ഇനി അടുത്ത 2.3 നോക്കാം. എക്സാമ്പിൾ 2.3ൽ ശ്രദ്ധിക്കുക. ഡിസൈൻ എ ബ്രിക്ക് പില്ലർ ഓഫ് ഹൈറ്റ് 3 meter ടു സപ്പോർട്ട് 1 end ഓഫ് എ റൂഫ് ട്രസ്. ഇവിടെ സപ്പോർട്ട് ചെയ്തത് ഒരു റൂഫ് ട്രസ്സിനാണ്. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലത്തിൽ RCC ബീമും സ്ലാബും ആയിരുന്നു. ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു റൂഫ് ട്രസ്സാണ്. അപ്പം ഇവിടെ ഡിഫറൻസ് വരുന്നത് നമ്മുടെ എഫക്റ്റീവ് ഹൈറ്റിനകത്ത് വ്യത്യാസം വരും. ഓക്കെ, അത് നമ്മുടെ കോഡൽ പ്രൊവിഷൻ അനുസരിച്ച് എഫക്റ്റീവ് ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കുക. ഇതാണ് നമ്മൾ എഫക്റ്റീവ് ഹൈറ്റിൻ്റെ കാര്യം. എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് ഇത് വോളിൻ്റെ കാര്യമാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് വോളിൻ്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. നമുക്കിപ്പം പില്ലറാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ശ്രദ്ധിക്കാം. ഫോർ എ പില്ലർ സപ്പോർട്ടിംഗ് എ ബീം ഓർ സ്ലാബ്, എഫക്റ്റീവ് ഹൈറ്റ് ഈസ് ആക്ച്വൽ ഹൈറ്റ്. But when a pillar supports a roof truss, then it is equal to actual height in the direction of the axis of the truss, but twice the actual height in the direction at right angles to the axis of the truss. അതായത് ഒരു ബീമിനെയോ സ്ലാബിനെയോ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വൽ ഹൈറ്റ് തന്നെ ആയിരിക്കും എഫക്റ്റീവ് ഹൈറ്റ്. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസൈൻ ചെയ്തത് അങ്ങനെയായിരുന്നു. പക്ഷേ പില്ലർ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു റൂഫ് ട്രസ്സിനെയാണെങ്കിൽ ആക്സിസ് ഓഫ് ദി ട്രസ്, ഡയറക്ഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് ദി ട്രസ്സിൻ്റെ ആ സെയിം ഡയറക്ഷനിൽ ആ ഹൈറ്റ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ റൈറ്റ് ആംഗിൾസിൽ അല്ലെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ട്വൈസ് ദി ആക്ച്വൽ ഹൈറ്റ് കൺസിഡർ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ആക്സിസിൻ്റെ സെയിം ഡയറക്ഷനിൽ എഫക്റ്റീവ് ഹൈറ്റ് സെയിം ആണ്. ആക്സിസിന് റൈറ്റ് ആംഗിൾസ് വരുമ്പോൾ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഹൈറ്റിൻ്റെ ട്വൈസ് ആയിരിക്കും. ഓക്കെ, നമുക്കത് പ്രോബ്ലത്തിൽ ക്ലിയർ ആവും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മോഡുലർ ബ്രിക്ക് യൂസ് ചെയ്യാനാണ് പറയുന്നത്. കൺവെൻഷണൽ ബ്രിക്കിൻ്റെയും മോഡുലർ ബ്രിക്കിൻ്റെയും സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൺവെൻഷണൽ ബ്രിക്ക് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത് 230/115/75 ആണ്. എന്നാൽ മോഡുലർ ബ്രിക്കിൻ്റെ സൈസ് 200/100/100 ആണ്. ഓക്കെ, ഇതാണ് മോഡുലർ ബ്രിക്കിൻ്റെ സൈസ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മോഡുലർ ബ്രിക്കിൻ്റെ മിനിമം ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 10 Nm/mm² ആയിരിക്കും. കൺവെൻഷണൽ ബ്രിക്കിന് 7.5ഉം 5ഉം യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അതേസമയത്ത് മോഡുലർ ബ്രിക്കിൻ്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 Nm/mm² ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗർ നോക്കാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ബ്രിക്ക് പില്ലറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബ്രിക്ക് പില്ലർ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു റൂഫ് ട്രസ്സിനെയാണ്, ഒരു സ്റ്റീൽ റൂഫ് ട്രസ്സിനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എഫക്റ്റീവ് ഹൈറ്റ് ഉണ്ട്.
ഇതിൻ്റെ പ്ലാൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ. റൂഫ് ട്രസ്സിൻ്റെ ആക്സിസ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? എക്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വിഡ്ത്ത്, ഇതാണ് നമ്മുടെ ലെങ്ത്. ഓക്കെ, ഈ ഒരു ഫിഗർ മനസ്സിലാക്കി പഠിക്കുക. ഇങ്ങനത്തെ ഒരു ഡിസൈൻ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ച് കാണിക്കുക. ഓക്കെ, നമുക്കറിയാം എക്സ് ഡയറക്ഷൻ, ആക്സിസ് ഓഫ് ദി റൂഫ് ട്രസ് ഡയറക്ഷനിൽ എഫക്റ്റീവ് ഹൈറ്റ് സെയിം തന്നെ ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് എത്രയാണ്? ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഹൈറ്റ് 3 മീറ്ററാണ്. ഓക്കെ, സപ്പോർട്ടഡ് ലോഡ് 110 kN. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുമ്പം എക്സ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സെയിം വാല്യൂ എടുത്താൽ മതി. എന്തുകൊണ്ടാണ്? ആക്സിസ് ഓഫ് ദി റൂഫ് ട്രസ്സിൽ എഫക്റ്റീവ് ഹൈറ്റ് സെയിം ആണ് നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ അനുസരിച്ച്. ഓക്കെ, ഇനി നോക്കിക്കേ, വൈ ഡയറക്ഷൻ, അതായത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇറ്റ് വിൽ ബി ട്വൈസ് ദി ആക്ച്വൽ ഹൈറ്റ്. അപ്പം 3000ൻ്റെ 2 ടൈംസ് നമ്മൾ എടുക്കണം. അപ്പം 6000 ആണ്. ഇത് ബ്രെഡ്ത്തും ഇത് ലെങ്തും ആണ്, ആൽഫ അല്ല ലെങ്ത് ആണ്. ഓക്കെ, അപ്പം 3000 ബൈ ബ്രെഡ്ത്ത് ആൻഡ് 6000 ബൈ ബ്രെഡ്ത്ത്. ഇത് എക്സ് ഡയറക്ഷനിലും ഇത് വൈ ഡയറക്ഷനിലും. ഈ രണ്ട് വാല്യൂസും ഒരിക്കലും 12ൽ കൂടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു പില്ലറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 12 ആണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കി, നമുക്ക് ലെങ്ത് വാല്യൂ 5000. നമ്മളിവിടെ 6000 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പം 6000 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. 500 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് ക്രോസ് സെക്ഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അസ്യൂമിങ് ദി ക്രോസ് സെക്ഷൻ, ഇതിൽ നമ്മൾ ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. കാരണം നമുക്ക് 3000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ വളരെ ചെറുതായിപ്പോൾ. അതുകൊണ്ട് 6000 ഡിവൈഡ് ബൈ 12 ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പം 5000 മില്ലിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് വാല്യൂസിലും ഹയസ്റ്റ് വാല്യൂ എടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. 6000 എടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞു പോകും. ഓക്കെ, അപ്പം 6000 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 500 കിട്ടും. സോ വിഡ്ത്ത് നമ്മൾ 500 ആയിട്ട് അസ്യൂമിങ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി പില്ലർ ആസ് 500 ഇൻറ്റു ബി. ഓക്കെ, ഇനി നമ്മുടെ പ്രൊസീജിയർ സെയിം ആണ്. പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ ഇൻറ്റു കെ എസ് ഇൻറ്റു കെ എ ഇൻറ്റു കെ പി. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നമ്മുടെ IS കോഡിലേക്ക് പോവാം. IS കോഡിൽ ആദ്യം ടേബിൾ നമ്പർ 1ലേക്ക് പോവാം. ടേബിൾ നമ്പർ 1ൽ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂസ് ചെയ്യുന്ന മോട്ടറാണ് നോക്കേണ്ടത്. അസ്യൂമിങ് സിമെൻറ്റ് മോട്ടർ 1:4. 1:4 യൂസ് ചെയ്യുമ്പോൾ 1:4 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ H2 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, 7.5 എന്നൊരു വാല്യൂ കിടക്കുന്നത്. പക്ഷേ ഇത് മിനിമം കംപ്രസീവ് സ്ട്രെസ് ആണ്. 7.5 മിനിമം വേണമെന്നാണ്. അതിൽ കൂടിയാലും കുഴപ്പമില്ല. നമുക്കിവിടെ 10 ആണ്. നമുക്ക് 1:4 മോട്ടോർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ H2 തന്നെ ആയിരിക്കും. 1:4 ആണ് മോട്ടോർ. നമ്മൾ ഈ ഒരു ലൈം പസണോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും പ്രൊപ്പോർഷൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടാർ എന്ന് പറയുന്നത് പില്ലറിന് 1:4 തന്നെ ആയിരിക്കും. 1:4 യൂസ് ചെയ്യുമ്പോൾ മിനിമം സ്ട്രെങ്ത് 7.5 കിട്ടും നമുക്ക്. അല്ലാതെ ക്രഷിംഗ് സ്ട്രെങ്ത് 10 ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 1:4 H2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗ്രേഡ് ഓഫ് മോട്ടാറിൻ്റെ പേര് H2. ഇനി നമുക്ക് ടേബിൾ 8ലേക്ക് വരാം. ടേബിൾ 8 H2 മോട്ടാർ യൂസ് ചെയ്യുന്നു. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ ബേസ്ഡ് ഓൺ മെസൻട്രി യൂണിറ്റ് ആൻഡ് ക്രഷിംഗ് സ്ട്രെങ്ത്. ശ്രദ്ധിച്ചേ, ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂ എത്രയാണ്? 0.96 ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂ. സോ H2 മോട്ടാറിന് ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ 0.96 Nm/mm² നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഫാക്ടർ എന്താണ്? സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ KS. ഇവിടെ നമുക്കറിയാം 6000/500. ഇവിടെ 500 നമ്മൾ എടുത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് ശ്രദ്ധിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് ഏതാണ്? മോഡുലർ ബ്രിക്ക് 200/100/100 ആണ്.
നേരത്തെ യൂസ് ചെയ്തത് 230 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ചെയ്ത് 345 ആക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 200/100 ആണ്. ഇവിടെയും ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ 500 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 200 ആകുമ്പോഴത്തേക്കും 2 ബ്രിക്കായി. വീണ്ടും അതിൻ്റെ പകുതി 100. അപ്പം 200 + 200 + 100 500. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ റൗണ്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ഇത് 2.5 ബ്രിക്കാണ്. 200 100 2.5 ബ്രിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആക്ച്വൽ സ്ലെൻഡർനെസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 6000/500 12 തന്നെ ആയിരിക്കും. അതിൽ വേരിയേഷൻ വരുന്നില്ല. നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ആ ഒരു വാല്യൂ മാറിയാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്തെടുത്തത്. ഈ ഒരു പ്രോബ്ലത്തിൽ സ്ലെൻഡർനെസ് വാല്യൂ 12 തന്നെ ആയിരിക്കും. അപ്പോൾ KS എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ടേബിളിൽ നമുക്ക് നോക്കാം. ഇതാണ് KS വാല്യൂ കറസ്പോണ്ടിങ് ടു 12 0.84. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കറസ്പോണ്ടിങ് ടു 0 എക്സെൻട്രിസിറ്റി ആൻഡ് സ്ലെൻഡർനെസ് റേഷ്യോ 12. ഓക്കെ, ഇനി അടുത്ത ഏരിയ റിഡക്ഷൻ ഫാക്ടർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. മിനിമം വാല്യൂവിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും ആവറേജ് എടുത്തു. ആവറേജ് വാല്യൂ നമുക്കിപ്പം 0.85 വന്നു. ഇനി വീണ്ടും നമുക്ക് അടുത്ത ടേബിളിൽ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ നോക്കാം. ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ. ഇവിടെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എത്രയാണെന്ന് നമുക്കറിയാം, 1 ആണ്. ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 100/100 ആണ്. നമ്മുടെ ബ്രിക്കിൻ്റെ സൈസാണ്. ബ്രിക്കിൻ്റെ സൈസ് 200/100/100 ആണ്. അവിടെ ഇതാണ് ബ്രിക്കിൻ്റെ ഹൈറ്റ്, ഇതാണ് ബ്രിക്കിൻ്റെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുമ്പോൾ 100/100 1 വരും നമുക്ക്. സോ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ദ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്? 10 Nm². അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ 1.1 ആണ്. ഓക്കെ, 1.1. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ KP എന്ന് പറയുന്നത് 1.1 ആണ്. സോ കംപ്രസീവ് സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് 0.96 × 0.84 × 0.85 × 1.1 നമുക്ക് 0.75 Nm/mm² കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആക്സിൽ ലോഡ്, നമുക്ക് സേഫ് ആയിട്ടുള്ള ആക്സിൽ ലോഡ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് 110 × 10³ എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 110 × 10³ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അതൊരു മിസ്റ്റേക്കാണ്. 10² ആണ് അവർ എഴുതിയിരിക്കുന്നത്. അത് ചെറിയ മിസ്റ്റേക്കാണ്. ഇവിടെ നമുക്ക് 110 × 10³ ആണ്. കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇസ് ഈക്വൽ ടു 0.75 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രെസ് വാല്യൂ ഇൻറ്റു ഏരിയ 500 × B. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വിഡ്ത്താണ് കണ്ടുപിടിക്കാനുള്ളത്. 500 ഓൾറെഡി നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇതിൽ നിന്നും L അല്ല B ആണ്. B വാല്യൂ നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും. 300 നമ്മൾ 293.33 ആണ് കിട്ടിയെങ്കിലും എന്തുകൊണ്ടാണ് 300 എടുത്തത്? നമുക്ക് എപ്പോഴും ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ 300 ആയിട്ട് റൗണ്ട് ചെയ്തത്. 200 + 100 300 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പില്ലറിൻ്റെ സൈസ് എത്ര കിട്ടി? 500/300 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ കൊണ്ട് നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യരുത്. നമുക്കറിയാം നമുക്ക് ഏരിയ മോഡിഫിക്കേഷൻ ഫാക്ടറൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 0.96 ആണ്. സ്ലെൻഡർനെസ് റേഷ്യോ ആക്ച്വൽ വാല്യൂ 12 ആണ്. അതിൽ നിന്ന് നമുക്ക് 0.84 തന്നെ കിട്ടും, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആക്ച്വൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.5/0.3 0.15 കിട്ടി. 0.2 കുറവാണ്. അങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് എന്താണ് ഇക്വേഷൻ? 0.7 + 1.5 ടൈംസ് ഏരിയ. ഏരിയ എപ്പോഴും മീറ്റർ സ്ക്വയറിൽ വേണം കണ്ടുപിടിക്കാൻ, അത് തെറ്റിപ്പോരുത്. 0.7 + 1.5 ടൈംസ് ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് 0.93 കിട്ടി. ഓക്കെ, KP നമുക്ക് 1.1 ആണ്. ഇനി ആ വാല്യൂ നമ്മളിവിടെ ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ട ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണ്? 110 നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എപ്പോഴും അതിൽ കൂടുതൽ വരണം, എന്നാൽ മാത്രമേ നമ്മുടെ പില്ലർ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പം ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഏരിയയുടെ വാല്യൂസും ഇവിടെ ഉണ്ട്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 123.74 കിലോമീറ്ററാണ്. 110 നമുക്ക് മിനിമം വേണ്ടത്. അപ്പം അതിനെക്കാട്ടി വലിയ വാല്യൂ ആയതുകൊണ്ട് 123.74 കിലോമീറ്റർ വരെ
ആക്ച്വലി ഈ പില്ലറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലോഡാണ്. അതുകൊണ്ട് ഈ പില്ലർ സേഫ് ആണ്. ഓക്കെ, സോ ദിസ് പില്ലർ ഈസ് സേഫ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത എക്സാമ്പിൾ 2.4 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അതായത് ഒരു 1 brick thick by 1 brick thick wall. 1 brick thick എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ നമ്മൾ നോൺ മോഡുലാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 230 by 230 ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യനിൽ ഓൾറെഡി പില്ലറിൻ്റെ ഡയമെൻഷൻസും എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആകെ കണ്ടുപിടിക്കാനുള്ളത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇതുപോലെ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ പില്ലറിൻ്റെ ഡിസൈൻ അപ് ടു എക്സാമ്പിൾ 2.4 വരെ 4 എക്സാമ്പിൾസ് ഉണ്ട്. പില്ലറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ഈ ഒരു 4 എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ജസ്റ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതോടെ നമ്മുടെ ബ്രിക്ക് പില്ലറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അടുത്ത ക്ലാസ്സിൽ ഞാൻ ലോഡ് ബെയറിംഗ് വോൾ, മേസൺറി ലോഡ് ബെയറിംഗ് വോളിൻ്റെ 2 ഡിസൈൻ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരും. അത് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ അസൈൻമെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിരിക്കാം. അതിൻ്റെ സബ്മിഷൻ ഡേറ്റും എല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.